ഒബ്ജക്റ്റീവ് റിയാലിറ്റിയും, അതായത് വസ്തുബോധവും വികാരങ്ങളും മതവും അല്ലെങ്കിൽ ദൈവവും ഒക്കെ കൂടിക്കലർന്ന ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. രാവിലെ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ, നമ്മളൊരു കാർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഭ്രമത്തിലായി. നമ്മൾ ഒരു പെൺകുട്ടിയുമായി പാർക്കിൽ നടക്കുമ്പോൾ അത് വിഭ്രമമായി. നമ്മൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ, അമ്പലത്തിൽ പോയി നമ്മൾ ആരാധിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ അവിടെ മതിഭ്രമമായി. അപ്പോൾ ഇങ്ങനെ 3 ലെവലിലാണ് നമ്മളുടെ ഒരു ദിവസം കടന്നു പോകുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഈ 3 തരം സങ്കല്പങ്ങൾ ഉണ്ടാകാമെന്നാണ് പറഞ്ഞത്. അതിൽ നമുക്ക് ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും മുഖ്യമായിട്ട് നമ്മൾ കാണുന്നത് വിഭ്രമം എന്ന് പറയുന്ന ഭ്രമതലത്തിലാണ്. വികാരങ്ങളാണ് ജീവിതം. അതാണ് വികാരങ്ങളില്ലെങ്കിൽ ജീവിതത്തിന് അർത്ഥമില്ല എന്ന് എഴുത്തുകാർ ഉദ്ഘോഷിക്കുന്നത്. മനസ്സിലായില്ലേ? വികാരങ്ങളാണ് നമ്മുടെ ജീവിതം. എല്ലാ വിഭ്രമ അനുഭവങ്ങളും നമുക്ക് അനുകൂലമായാൽ എന്ന് പറഞ്ഞാൽ ഭാര്യ തന്നെ പിന്നെ സ്നേഹിക്കുകയും മക്കൾ തന്നെ അനുസരിക്കുകയും അങ്ങനെ, അല്ലെങ്കിൽ താനൊരു ജോലിക്ക് പോകുമ്പോൾ ജോലിയുടെ ഉടമസ്ഥൻ തന്നെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് വല്ലാത്ത മനസ്സുഖം കിട്ടുന്നത്. നമുക്ക് ജീവിതത്തിന് അർത്ഥമുണ്ടെന്നും ജീവിതം സുഖകരമാണെന്നൊക്കെ നമുക്ക് തോന്നുന്നത്. അതേസമയം ഭാര്യ വെറുക്കുകയും മക്കൾ അനുസരിക്കാതിരിക്കുകയും ജോലി സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ടാകുകയും ചെയ്താൽ നമ്മുടെ ജീവിതം നരകമായി മാറി. മനസ്സിലായില്ല? നമുക്ക് കാണുന്നതിനോട് എല്ലാത്തിനോടും ദേഷ്യവും പ്രതികാരവും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിന് സമാധാനം, സന്തോഷം എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടാവില്ല. അപ്പോൾ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്നത് എവിടെയാണ്? ജീവിതത്തിൻ്റെ വിഭ്രമ അതിഭ്രമ വികാരങ്ങളിലാണെന്ന് ഓർമ്മിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതം നിലനിൽക്കുന്നത്, നമ്മൾ ജീവിതം എന്ന് വിളിക്കുന്നത് എന്തിനെയാണോ, എവിടെയാണോ നമുക്ക് സന്തോഷവും സമാധാനവും സുഖവും ഒക്കെ വേണ്ടത്, എവിടെയാണോ നിത്യമായിട്ട്, അല്ലാണ്ട് നൈമിഷികമായിട്ടല്ല, അങ്ങനെ ആഗ്രഹിക്കുന്ന നമ്മൾ ജീവിക്കുന്നത് ഈ വിഭ്രമം എന്ന് പറയുന്ന തലത്തിലും മതിഭ്രമം എന്ന് പറയുന്ന തലത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ജീവിതം പോകുന്നത്. ഭ്രമത്തിലേക്ക് നമുക്ക് വരാൻ അത്ര എളുപ്പമല്ല. അശുദ്ധ ഭ്രമത്തിലേക്കോ ശുദ്ധ ഭ്രമത്തിലേക്കോ നമുക്ക് വരാൻ അത്ര എളുപ്പമല്ല. അതിന് ഈ 2 ബോധതലങ്ങളിൽ നിന്നും ഉണരണം എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ബോധതലത്തിൽ നിന്നും അടുത്ത ബോധതലത്തിലേക്ക് പോകുന്നതിന് ഞാൻ ഉണരുക എന്ന വാക്കുകൊണ്ടാണ് അർത്ഥമാക്കുന്നത്. അതായത് ഒരാൾ തൻ്റെ മതവിശ്വാസങ്ങളെ ഉപേക്ഷിച്ച് അതിന് സാക്ഷിയായി പുറത്തു കിടക്കുമ്പോൾ അയാൾ ആ താഴ്ന്ന ബോധതലത്തിൽ നിന്ന് ഉണർന്ന് വിഭ്രമത്തിലായി. ജീവിതം എന്ന് പറയുന്ന, യഥാർത്ഥത്തിലുള്ള ജീവിതം എന്ന് പറയുന്ന ബോധതലത്തിലായി. അവിടെ നിന്ന് വികാരങ്ങൾക്ക് മുഴുവനും സാക്ഷിയായി അതിനെല്ലാം അതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്നുള്ള അവസ്ഥയിൽ അയാൾ എങ്ങനെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ അയാൾ അതിൽ നിന്ന് ഉണർന്നു അയാൾ അശുദ്ധ ഭ്രമത്തിലായി. അശുദ്ധ ഭ്രമത്തിൽ നിന്നും അദ്ദേഹം ഉണർന്നു കഴിഞ്ഞാൽ ശുദ്ധഭ്രമത്തിലായി. അതാണ് ബുദ്ധൻ്റെ ബോധതലം. ഇങ്ങനെയാണ് 4 ബോധതലങ്ങൾ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. അതായത് ഓരോ ബോധതലത്തിനും, അതായത് മതിഭ്രമബോധതലത്തിനും വിഭ്രമബോധതലത്തിനും ഭ്രമത്തിനും ഒക്കെ അതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പ്രപഞ്ചം ഒരു പരിണാമത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. അതായത് ജീവജാലങ്ങളും ഭൂമിയും നക്ഷത്രങ്ങളും ഒക്കെ അതിനകത്ത് പെടുന്നുണ്ട്. നമ്മളതിനെ പൊതുവെ വിളിക്കുന്ന, ബോധശാസ്ത്രത്തിൽ തന്നെ വിളിക്കുന്ന പൊതുവായ പേര് സഹജാവബോധമെന്ന്. അതായത് പ്രപഞ്ചം ഒരു സഹജാവബോധത്തിൽ പരിണമിച്ച് മുൻപിലേക്ക് പോകുന്ന ഒരു സംവിധാനമാണ്. ഇങ്ങനെ പ്രപഞ്ചം ശാസ്ത്രം പറയുന്നത് പോലെ ഒരു സിംഗുലാരിറ്റിയിൽ നിന്നും ആരംഭിച്ച് അതിങ്ങനെ മുൻപിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പരിണമിച്ചത് പ്രപഞ്ചം വികസിച്ചത് മുൻപിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രപഞ്ചത്തിൽ ഈ ശാസ്ത്രജ്ഞന്മാർ ഒരു വലിയ നിയമം കണ്ടുപിടിച്ചു. തെർമോഡൈനാമിക്സ് ആണ് അതിൻ്റെ ആ നിയമം കണ്ടെത്തിയത്.
അതായത് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു ഭൗതിക ശാസ്ത്രത്തിൻ്റെ ഒരു ബ്രാഞ്ചാണ് അത് കണ്ടെത്തിയത്. എന്താണ്? അതായത് ഇവിടെ പ്രപഞ്ചം എല്ലാം ഓർഡറിൽ നിന്നും ഡിസോർഡറിലേക്കാണ് പരിണമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ക്രമത്തിൽ നിന്നും ക്രമരാഹിത്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പ്രപഞ്ചത്തിൻ്റെ ഒരു വലിയൊരു മുഖമുദ്രയാണ്. അതതിൻ്റെ പ്രതിഭാസം, നമുക്കതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ആകെ മനുഷ്യന് കഴിയുന്നത് തൻ്റെ ജീവിതത്തിലുള്ള ചില ക്രമരാഹിത്യങ്ങളെ ക്രമത്തിലാക്കാം. അത് മനുഷ്യന് കഴിയും. അതിനാണ് മനുഷ്യന് അവബോധം നൽകപ്പെട്ടിരിക്കുന്നത്. അതായത് ക്രമരാഹിത്യത്തിലേക്ക് പോകുന്ന ജീവിതത്തെ ക്രമത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയും. എന്നാൽ നമ്മുടെ ശരീരം ഒരു ജീവനാണ്. ജീവൻ സഹജാവബോധത്തിലുള്ള ഒരു പദാർത്ഥമാണ്. നമ്മൾ മിക്കവാറും ജീവനെയും ജീവിതത്തേക്ക് ഒരുമിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ എല്ലാവരും തന്നെ. അങ്ങനെയല്ല. ജീവനും ജീവിതവും രണ്ട് സംഗതികളാണ്, ഒന്നല്ല. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ജീവൻ വേറെ, ജീവിതം വേറെ. ലോകത്തിലുള്ള കോടാനുകൂടി ജീവജാലങ്ങൾക്ക് ജീവനുണ്ട്, പക്ഷെ അവർക്ക് ജീവിതമില്ല. അവർക്ക് നിലനിൽപ്പേ ഉള്ളൂ. ആ നിലനിൽപ്പിനെ നമ്മൾ ജീവിതം എന്നല്ല വിളിക്കുന്നത്, നിലനിൽപ്പാണ്. അതായത് അവരുടെ ശരീരത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമേ അവരുടെ ബുദ്ധിക്ക് ചെയ്യാനും അതനുസരിച്ചുള്ള കാര്യങ്ങളെ അവർക്ക് ചിന്തിക്കാനും ഒക്കെ പറ്റുള്ളൂ. ഞാൻ എൻ്റെ, അല്ലെങ്കിൽ ഒരു വ്യക്തിബോധം, ഒരു ആത്മാവ് എന്ന് പറയുന്ന ഞാനും എൻ്റെ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് അവർക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. ഒരു നിരീക്ഷകനാകാൻ, ചുരുക്കി പറഞ്ഞാൽ ഒരു നിരീക്ഷകനാകാൻ ഒരിക്കലും ഒരു പട്ടിക്കോ പൂച്ചയ്ക്കോ പറ്റില്ല. അത് മനുഷ്യന് മാത്രമേ ഒരു നിരീക്ഷകനാകാൻ പറ്റുള്ളൂ. മാറി നിന്ന് നമുക്ക് കാര്യങ്ങളെ നിരീക്ഷിക്കാൻ പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ അവബോധം എന്ന് വിളിക്കുന്നത്. അപ്പോൾ മനുഷ്യന് സഹജാവബോധത്തിലൂടെ ജീവൻ മാത്രമല്ല ഉള്ളത്, അവബോധവും കൂടി അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഈ അവബോധമാണ് നിരീക്ഷകനായി വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, ജീവൻ സഹജാബോധത്തിൽപ്പെട്ടതാണ്. ഒരു പട്ടിയെയും പൂച്ചയും പോലെ തന്നെയാണ് നമ്മുടെ ശരീരം ഒരു ജീവനാണ്. അത് സഹജാബോധത്തിൽപ്പെട്ടതാണ്. ഈ സഹജാബോധത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഓർഡറിൽ നിന്ന് ഡിസോർഡറിലേക്ക് പോകാമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ജീവൻ്റെയും പ്രത്യേകത അത് തന്നെയാണ്. അതായത് നമ്മൾ ജനിക്കുമ്പോൾ എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. കൊച്ചു കുട്ടികളെ കാണാൻ നല്ല ഭംഗിയല്ലേ, എന്തൊരു സൗന്ദര്യമാണ്. അവരുടെ കണ്ണുകൾ, അവരുടെ അവയവങ്ങളൊക്കെ എത്രത്തെ സോഫ്റ്റാണ്, എന്തൊരു രസമാണത് കാണാനായിട്ട്. പക്ഷെ പ്രായമാകും തോറും എന്താ സംഭവിക്കുന്നത്? വാർദ്ധക്യം പ്രാപിക്കും തോറും അത് എന്ന് പറഞ്ഞാൽ ഡിസോർഡറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കുട്ടിയുടെ ശരീരം അത് വളർന്ന് കൗമാരം കഴിഞ്ഞ് അത് വാർദ്ധക്യത്തിലെത്തുമ്പോൾ അത് ഡിസോർഡറിലായി. പിന്നെ ആ ഡിസോർഡർ ഇല്ലാതായി പോവുകയാണ്. എന്നുവെച്ചാൽ ഡിസോർഡർ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് അതിനെ നശിപ്പിച്ച് കളയുകയാണ്. ആ ശരീരത്തെ മുഴുവനും ആ ഡിസോർഡർ വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഇടപെടാൻ നമുക്ക് ഒരു തരത്തിലും പറ്റില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ബോധത്തിന്, അവബോധത്തിന്, ഈ പറയുന്ന സഹജാവബോധത്തിൻ്റെ ഈ എൻട്രോപ്പിയിൽ, അതായത് ഈ പറയുന്ന എന്താ പറയുക, ഓർഡറിൽ നിന്ന് ഡിസോർഡറിലേക്കുള്ള യാത്രയിൽ, അതായത് നശ്വരതയിലേക്ക്, ഈ നശ്വരത നമുക്ക് സ്പർശിക്കാനേ പറ്റില്ല. അത് അതിൻ്റെ ക്വാളിറ്റിയാണ്, അതിൻ്റെ സ്വഭാവമാണ്. ജീവൻ്റെ സ്വഭാവമാണ് നശ്വരത, അല്ലെങ്കിൽ ഡിസോർഡർ. ഓർഡറിൽ നിന്ന് ഡിസോർഡറിലേക്ക് പോവുക, അതിൽ നമുക്ക് യാതൊരുവിധ സ്വാധീനവുമില്ല, ഒരു സ്വാധീനവുമില്ല. മെഡിക്കൽ സയൻസ് ശരീരത്തിൻ്റെ ജീവനെക്കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അത് ജീവൻ്റെ ഒരുപാട് ക്രമക്കേടുകളെ അത് ക്രമീകരിക്കുന്നുണ്ട്. ഓപ്പറേഷൻ, മരുന്നുകളൊക്കെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട് നമ്മുടെ ചികിത്സാ സമ്പ്രദായങ്ങൾ കൊണ്ടൊക്കെ. പക്ഷേ അതൊന്നും 100% കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടല്ല, ജീവനെ മനസ്സിലാക്കിയിട്ടല്ല, ഒരു ഏകദേശം വെച്ചിട്ടാണ് അവരതിനെ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പം നമ്മളുണ്ടാക്കിയ ഒരു കാറ്, 1000 കാർ ഉണ്ടാക്കിയാലും ആ എഞ്ചിനീയറിന് ആ കാറിൻ്റെ ഏത് ഭാഗവും ഏത് സമയവും കൃത്യമായി ശരിയാക്കാനും അത് പെർഫെക്റ്റ് ആക്കാനും കഴിയും. ഇനി കുറേ നാൾ ഉപയോഗിച്ചത് പഴയതായാൽ അതിനൊരു നാശമുണ്ടെന്ന് പറഞ്ഞാൽ പോലും നമുക്കറിയാം എന്തിനു നാശമുണ്ട്.
നശ്വരത എല്ലാത്തിനെയും ബാധിക്കും. അപ്പോൾ ഒരു കാറിൻ്റെയും നശ്വരത ബാധിക്കും, അത് പഴയതാവും, അത് തേയ്മാനം വരും. എന്നിരുന്നാൽ പോലും ആ തേയ്മാനത്തെ പോലും പരിഹരിച്ച് വീണ്ടും അതിനെ ഒരു പുതിയ കാറാക്കി മാറ്റാൻ ഒരു എഞ്ചിനീയറിന് കഴിയും. പെർഫെക്റ്റായിട്ട് തന്നെ പറ്റും, റിവൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു പുതിയ കാറ് പോലെ തന്നെ ആ പഴയ കാറിനെ പുതിയ ബെയറിങ്ങുകളും പുതിയ ബുഷുകളും ഒക്കെ ഇട്ട് പുതിയ എഞ്ചിനൊക്കെ സെറ്റ് ചെയ്ത് അതിനെ വീണ്ടും തേയ്മാനം സംഭവിച്ച എല്ലാം മാറ്റിയിട്ട് അതിനെ വീണ്ടും പഴയ പോലെ ആക്കിയിട്ട് അതിനെ വീണ്ടും എത്ര ആയിരം കൊല്ലം വേണമെങ്കിലും കൊണ്ടു നടക്കാം അതിനെ. എന്താ കാര്യം? ആ എഞ്ചിനീയറിന് അതിനെക്കുറിച്ച് എല്ലാം അറിയാം. എന്നാൽ ശരീരമെന്ന് പറയുന്ന അഥവാ ജീവനെന്ന് പറയുന്ന സംഗതിയിൽ നമുക്ക് യാതൊരു സ്വാധീനവുമില്ല. അത് നമ്മുടേതല്ല, നമ്മുടെ സങ്കല്പമല്ല, അത് മറ്റാരുടെയോ സങ്കല്പമാണ്. നമുക്കറിയില്ല അതിനെക്കുറിച്ച് വ്യക്തമായിട്ട്. അപ്പോൾ ജീവൻ എന്ന് പറയുന്നത് സഹജാവബോധമാണ്, അത് നമ്മുടെ സങ്കല്പമല്ലത്. ആ ജീവനിൽ അവബോധം ഒരു നിരീക്ഷകനായി കയറുമ്പോൾ ഈ നിരീക്ഷകന് ചില സങ്കല്പങ്ങളുണ്ട്, അത് അയാൾക്ക് റീഅറേഞ്ച് ചെയ്യാൻ മാറ്റാം. അതാണ് അയാളുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ജീവനിൽ നമ്മൾ ജീവിതത്തെ കാണുമ്പോൾ, അതായത് 60-70 കൊല്ലം നിലനിൽക്കുന്ന ഈ ശരീരത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ, ഈ 70 കൊല്ലത്തിനുള്ളിലുള്ള അല്ലെങ്കിൽ 60 കൊല്ലത്തിനുള്ളിലുള്ള ആ കാലഘട്ടത്തിൽ അയാളുടെ ജീവിതം സമാധാനത്തിലും സന്തോഷത്തിലും സുഖത്തിലും പോകണമെന്ന് അയാൾ തീരുമാനിച്ചാൽ 100% ഉറപ്പാണ് അയാൾക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്. കാരണം ജീവിതം നമ്മളുടെ എല്ലാവരുടെയും സങ്കല്പമാണ്. നമുക്കതിനെ എങ്ങനെ വേണമെങ്കിലും മാറ്റാം, മറിക്കാം, തിരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ സങ്കല്പങ്ങൾക്കനുസരിച്ചിട്ട് ആ ജീവിതം അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ആ മാറ്റത്തിലൂടെ നമുക്ക് സ്ഥായിയായ സന്തോഷവും സമാധാനവും സുഖവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ബോധം അത് ഉണ്ടാക്കി തരും, തന്നേ പറ്റൂ. കാര്യം ബോധത്തിൻ്റെ പ്രത്യേകത അതാണല്ലോ, ആദ്യത്തെ പ്രത്യേകത അതല്ലേ. നമ്മൾ എന്ത് സങ്കല്പിച്ചാലും, ആത്മാർത്ഥതയോടെ എന്ത് സങ്കല്പിച്ചാലും അത് സങ്കല്പിച്ച് അത് മെറ്റീരിയലൈസ് ചെയ്ത് തരും നമുക്ക്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരുന്നു, മാസ്റ്റർ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഇതെങ്ങനെ ശരിയാകും? നമ്മൾ കാണുന്നത് മുഴുവനും അങ്ങനെ അല്ലല്ലോ. 700-800 കോടി ജനങ്ങളുടെ ജീവിതം എടുത്താലും എല്ലാവരുടെ ജീവിതത്തിലും എന്തെല്ലാം ഏറ്റക്കുറച്ചിലുകളാണുള്ളത്. ആരും ഈ പറയുന്ന മാസ്റ്റർ പറയുന്ന 24 മണിക്കൂറും സമാധാനത്തിലും സന്തോഷത്തിലും സുഖത്തിലും ജീവിക്കുന്നില്ല എന്ന് ഏത് മനുഷ്യനും അറിയാൻ പറ്റും. പണമുള്ളവന് സമാധാനം ഉണ്ടാവില്ല, സമാധാനമുള്ളവന് പണം ഉണ്ടാവില്ല. ഇങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ ഇതെല്ലാം ഉണ്ടെങ്കിൽ ഡിപ്രഷനായിരിക്കും പിന്നെ രോഗം. നമുക്കറിയാം കോടീശ്വരന്മാർക്കെല്ലാം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു രോഗം എന്താണ്? ഡിപ്രഷനാണ് അവരുടെ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പിന്നെ ഇവിടെ ആരാണ് സന്തോഷത്തിലും മാസ്റ്റർ പറയുന്നത് പോലെ സങ്കല്പിച്ച് ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കി ജീവിക്കാമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്തുകൂടെ? നമുക്ക് ചെയ്യാമല്ലോ. ഇവിടെയാണ് നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്നത്. ബോധം എങ്ങനെയാണ് ഈ സങ്കല്പത്തെ മെറ്റീരിയലൈസ് ചെയ്യുന്നത്? അതിന് ബോധത്തിനൊരു നിയമമുണ്ട്. വളരെ സിമ്പിളായ നിയമമാണ്. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ഒരു വളരെ കോംപ്ലിക്കേറ്റഡാണ്, ഞങ്ങൾക്കത് പാലിക്കാനോ ചെയ്യാനോ പറ്റാത്ത രീതിയിലുള്ള കോംപ്ലിക്കേഷൻ അതിനകത്തുണ്ട്. ഇല്ല, വളരെ ലളിതമായൊരു നിയമമാണ് ബോധം അവിടെ കൊണ്ടുവരുന്നത്. നമ്മൾ ജീവിതത്തിൽ നടപ്പാക്കുന്ന അതേ സംഗതി തന്നെ. അല്ലാണ്ട് ബോധത്തിന് പ്രത്യേകിച്ചൊരു ഒരു നിയമമൊന്നുമില്ല. നമ്മൾ കണ്ടില്ലേ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും എന്താ നമ്മൾ ചെയ്യാറ്? നമുക്ക് ഏറ്റവും ഇഷ്ടവും ഏറ്റവും ആവശ്യവും നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതുമായ കാര്യങ്ങൾക്കായിരിക്കും നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ മുൻഗണന. അങ്ങനെ ഒരു മുൻഗണനാ ക്രമത്തിലാണ് നമ്മൾ പലപ്പോഴും ജീവിതത്തിലെ പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇതങ്ങനെ അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഒരിക്കലുമില്ല. എല്ലാവരും അങ്ങനെ. എനിക്കിഷ്ടമുള്ളതാണ് ഞാൻ ആദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എനിക്കിഷ്ടമില്ലാത്തത് ഞാൻ അവസാനമേ ചെയ്യുള്ളൂ. എല്ലാം മാറ്റിവെച്ചിട്ട് എൻ്റെ ഇഷ്ടമുള്ളതെല്ലാം കഴിഞ്ഞിട്ടേ ഞാൻ ഇഷ്ടമില്ലാത്ത ചെയ്യും. അത് നമ്മുടെ ഒരു സ്വഭാവമാണ് എല്ലാവരുടെയും. ഇത് ബോധത്തിൻ്റെ സ്വഭാവം തന്നെയാണ്. എന്താണ്? അതായത് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന സങ്കല്പങ്ങളെ അത് ആദ്യം മെറ്റീരിയലൈസ് ചെയ്യും. ക്വൈറ്റ് നാച്ചുറൽ. നമുക്കതിൽ ആരെയും കുറ്റപ്പെടുത്താനില്ല, പരാതി പറയാനുമില്ല.
നമ്മൾ ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ് ബോധവും ചെയ്യും. അപ്പോൾ ഉടനെ നിങ്ങൾ ചോദിക്കും, ഇതെന്താണ് അങ്ങനെ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളെല്ലാവരും ഫസ്റ്റ് പ്രയോറിറ്റി അല്ലേ കൊടുക്കുന്നത്? ജീവിതത്തിന് സമാധാനവും സന്തോഷവും സമ്പന്നതയൊക്കെ ഉണ്ടാവണമെന്ന് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് ഞങ്ങൾക്കത് കിട്ടുന്നില്ലല്ലോ. സമ്പന്നത വരുന്നില്ല, സമാധാനം വരുന്നില്ല, സുഖം വരുന്നില്ല, സന്തോഷം വരുന്നില്ല. ഞങ്ങളതിനെ ഫസ്റ്റ് പ്രയോറിറ്റിയാണ് കൊടുക്കുന്നത്. ഇവിടെയാണ് നമ്മൾ കബളിപ്പിക്കപ്പെടുന്നത്, ചതിക്കപ്പെടുന്നത്. നമ്മൾ സൂക്ഷ്മതയോടെ നമ്മളെ ശ്രദ്ധിച്ചിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി ഞാൻ അതിലേക്ക് കടക്കുക. നമുക്കതിനൊന്ന് സൂക്ഷ്മമായി നോക്കാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യൻ, അതാരും ആയിക്കോട്ടെ, രാജാവ് തുടങ്ങി ദരിദ്രൻ വരെ, കോടീശ്വരൻ തുടങ്ങി പാവങ്ങൾ വരെ, ആരും ആയിക്കോട്ടെ, എല്ലാവരും എന്താണ് ചെയ്യുന്നത്? അവർ തൻ്റെ ജീവിതത്തിന് സമാധാനത്തിനും സന്തോഷത്തിനും സുഖത്തിനുമാണോ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമുക്കത് പ്രൂവ് ചെയ്യാം. അതായത് നമ്മൾ ഒരു കാര്യം സങ്കല്പിക്കണമെങ്കിൽ, നമ്മുടെ ഉള്ളിൽ സങ്കല്പമായി വരണമെങ്കിൽ, അതിനോട് ആത്മാർത്ഥത ഉണ്ടാകണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടതെന്താണ്? നമുക്കതൊരു ആവശ്യമാണെന്ന് തോന്നണം. അത് ഏറ്റവും വലിയ അത്യാവശ്യമാണെന്ന് തോന്നണം. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കണം. അങ്ങനെയുള്ള സങ്കല്പങ്ങളെ നമ്മൾ ആദ്യം കൊണ്ടുവരും. ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ എന്തിനാണ് കൊടുക്കാൻ പോകണമെന്ന് നോക്കാം. അതായത് നമ്മുടെ ശരീരത്തെ വേദനിപ്പിക്കുന്നതായ ഒരു കാര്യം, നമ്മുടെ മനസ്സിനെ ദുഃഖിപ്പിക്കുന്നതായ ഒരു കാര്യം. ആകെ രണ്ട് കാര്യങ്ങളെ നമുക്ക് ജീവിതത്തിലുള്ള: ഒന്ന് ശരീരത്തിൻ്റെ വേദന, രണ്ട് മനസ്സിൻ്റെ ദുഃഖം. പിന്നെ മനസ്സ് സന്തോഷത്തിലാണെങ്കിൽ സമാധാനം തനിയെ വന്നോളും. അവിടെ സമാധാനത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ നോക്കിയാൽ മതി. അതായത് ശരീരത്തിൻ്റെ സുഖവും മനസ്സിൻ്റെ സന്തോഷവും, ദുഃഖവും, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ വേദനയും മനസ്സിൻ്റെ ദുഃഖവും. മനസ്സിന് ദുഃഖം എന്നേ പറയാൻ പാടുള്ളൂ, മനസ്സിന് വേദന എന്ന് പറയാൻ പാടില്ല. ശരീരത്തിനാണ് വേദന, ശരീരത്തിന് ദുഃഖമല്ല ഉണ്ടാകുന്നത്, ശരീരത്തിന് വേദനയാണ് ഉണ്ടാകുന്നത്. രണ്ടും രണ്ട് കാര്യങ്ങളാണെന്ന് ഓർമ്മിക്കണം. എന്തുകൊണ്ടാണ് രണ്ട് കാര്യങ്ങളായത് പറയുന്നത്? വേദന എന്ന് പറയുന്നത് ശരീരത്തിലെ നാഡീകോശങ്ങളിൽ ഏൽക്കുന്ന ഒരു വൈബ്രേഷനാണ്, ഒരു പ്രകമ്പനമാണ്. അത് ഫിസിക്കൽ പ്രകമ്പനമാണത്, ഭൗതിക പ്രകമ്പനമാണ്. ഒരു അടിയടിക്കുക, ഒരു ഇടിയിടിക്കുക, എവിടെയെങ്കിലും അടിച്ചു, ഇതൊക്കെ നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണല്ലോ. അതുപോലെ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ കിടന്നിട്ട് അത് നാഡീകോശങ്ങളെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുക, അതൊക്കെയാണ് നമ്മൾ വേദനയായിട്ട് സെൻസ് ചെയ്യണത്. അപ്പോൾ അതൊരു ഫിസിക്കൽ വൈബ്രേഷനാണ്. എന്നാൽ മനസ്സിൻ്റെ സന്തോഷം അതല്ല. ഫിസിക്കൽ വൈബ്രേഷൻ കൊണ്ടല്ല മനസ്സിന് സന്തോഷം ഉണ്ടാകുന്നത്. മനസ്സിന് സന്തോഷം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഒരാഗ്രഹം, ഒരാവശ്യം നമുക്ക് സാധിച്ചു കിട്ടുമ്പോഴാണ് അതിന് സന്തോഷമുണ്ട്. സാധിച്ച് കിട്ടിയില്ലെങ്കിലോ ദുഃഖം ഉണ്ടാവും. കണ്ടോ? അപ്പോൾ മനസ്സിൻ്റെ ദുഃഖം എന്ന് പറയുന്നത് ഒരു വൈബ്രേഷനല്ല. എന്നാൽ അത് വൈബ്രേഷനാണ്. എന്താ വൈബ്രേഷൻ എന്ന് പറയാൻ കാര്യം? ഒരാഗ്രഹം നേടാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് അസാധാരണമാം വിധം അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു വൈബ്രേഷനിലാവും. ഒരു ടെൻഷൻ വരും. അതിനാണ് നമ്മൾ ടെൻഷൻ എന്ന് വിളിക്കുന്നത്. അത് വിജയിക്കുമോ, കിട്ടുമോ, ഞാൻ മുടക്കിയ പൈസ കിട്ടുമോ, അല്ലെങ്കിൽ എനിക്കത് കിട്ടുമോ, അല്ലെങ്കിൽ എന്നെ അങ്ങനെ അയാൾ സ്നേഹിക്കുമോ, എന്നെ വെറുക്കുമോ, ഇങ്ങനെയുള്ള ഒരുപാട് ടെൻഷൻസ് നമ്മുടെ ഉള്ളിലുണ്ടാവും. വലിയ ബലം, അതായത് മനസ്സൊരു റബ്ബർ ബാൻഡ് പോലെ വലിഞ്ഞിട്ട് അതും ഇതുപോലെ വൈബ്രേറ്റ് ചെയ്യും. ആഗ്രഹങ്ങളാണ് അതിന് കാരണം. ആഗ്രഹം നേടിക്കഴിയുമ്പോൾ ആ നിമിഷം വൈബ്രേഷൻ സീറോയാവും. അപ്പോഴാണ് നമുക്ക് സന്തോഷം വരുന്നത്. അപ്പോൾ ആ ടെൻഷൻ അവിടെ നിൽക്കുമ്പോൾ ആ ആഗ്രഹങ്ങൾ, അത് വേണോ ഇത് വേണോ, ഇങ്ങനെയുള്ള ഈ ഒരു ചാഞ്ചാട്ടം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ജമ്പിങ്, ഇതാണ് മനസ്സിൻ്റെ വൈബ്രേഷൻ. അതൊരു ഫിസിക്കൽ വൈബ്രേഷനല്ല, നമ്മുടെ ചിന്തകളുടെ വൈബ്രേഷനാണ്. ചിന്തയാണ് അവിടെ വൈബ്രേറ്റ് ചെയ്യണത്. വേണോ വേണ്ടയോ, നല്ലത് ചീത്തത്, ഇങ്ങനെയുള്ള ഒരുപാട് വൈബ്രേഷൻസ് വരും. അത് ഫിസിക്കലല്ല. അത് നമുക്ക് നേടിക്കഴിയുമ്പോൾ ഓക്കെ, നമുക്ക് സന്തോഷമായി, കാര്യങ്ങൾ നടന്നു. അപ്പം നമ്മുടെ മനസ്സ് ശാന്തമായി, നമുക്ക് സന്തോഷം. ആ ശാന്തതയാണ് സന്തോഷമായിട്ട് അനുഭവിക്കുന്നതും സമാധാനമായിട്ട് അനുഭവിക്കുന്നത്. രണ്ടും അത് തന്നെയാണ്, ഒന്ന് തന്നെയാണ്.